ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്നാക്കാണ്. അത് വീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അടിപൊളി സ്നാക്കായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുവെള്ളം ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വെച്ചു. പഞ്ചസാര ഈസ്റ്റ് ഒന്ന് നല്ലപോലെ അലിയത്തക്കവണ്ണം തന്നെ ഒന്ന് നന്നായിട്ട് കലക്കി എന്നിട്ടത് അടച്ച് വെച്ചു. ഇത് ഫെർമെൻ്റായി കിട്ടണം. നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ മതി. 10-15 മിനിറ്റ് ആണെങ്കിലാണ് ഞാൻ എടുത്ത് നോക്കിയത്. അപ്പം നന്നായിട്ട് ഫെർമെൻ്റായി പൊങ്ങിയിരിപ്പുണ്ടായിരുന്നു. ഇതിനി നമുക്കൊന്ന് കലക്കിയതിന് ശേഷം അടച്ചു വെക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമുളക് ഒന്ന് കീറിയതിന് ശേഷം നല്ല നൈസായിട്ട് അരിഞ്ഞ് എടുത്തു. എന്നിട്ട് അത് ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ക്യാബേജ് ഉള്ളതും ഒരുപാടങ്ങ് നൈസ് കുരുകുരാന്നൊന്നുമല്ല, എന്നാലും ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് വേഗം തന്നെ ഞാനത് അരിഞ്ഞെടുത്തു. അരിഞ്ഞ് കഴിഞ്ഞിട്ട് ആ പച്ചമുളക് ഇട്ട ബൗളിലേക്ക് തന്നെ ഇതും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ക്യാരറ്റ് ക്ലീനാക്കി വെച്ചിരുന്നത് ഒന്ന് ഗ്രേറ്റ് ചെയ്യുകയാണ്. അതൊന്നും നന്നായിട്ട് കംപ്ലീറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരുവിധം വലിയ ക്യാരറ്റ് തന്നെയായിരുന്നു. അത് എളുപ്പം തന്നെ ഞാനത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതും കൂടെ ഞാൻ അതേ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇത്രയും നമുക്ക് അരിയാനുള്ളൂ. ഇനിയും കൂടുതൽ അരിയാനൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഞാൻ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. പിന്നെ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഒരഗാനും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സാക്കി വെച്ചു. എല്ലാം കൂടെ നന്നായിട്ട് ഉപ്പും മുളകും മഞ്ഞളും എല്ലാ ഭാഗത്തും എത്തണം. അതേ രീതിയിൽ അത് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അതൊരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചു. കാരണം അതിനകത്തിൽ വെള്ളം മുഴുവൻ ഊർന്ന് പോകണം. വെജിറ്റബിളിനകത്തിൽ ഉപ്പ് പുരണ്ട് കഴിയുമ്പോൾ അതിനകത്തിൽ വെള്ളം വരും. ആ വെള്ളം നന്നായിട്ട് ഊറിപ്പോകാൻ വേണ്ടി ഒരു അരിപ്പയ്ക്കകത്തിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റായി പൊങ്ങി ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി അതിനകത്തിലേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. അതിനകത്തിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത്. നമ്മുടെ ശരീരത്തിനും നല്ലതാണ് ഗോതമ്പ് പൊടി. മൈദയെക്കാട്ടിലും ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത്. എന്നിട്ടിത് 2ാമത്തെ കപ്പ് ഗോതമ്പ് പൊടിയും അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇത് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് കുഴച്ച് എടുക്കുകയാണ്. അതൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഡോയാണ് നമുക്കിതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഞാൻ ഒരുപാടങ്ങ് കുഴയ്ക്കാനൊന്നും പോയില്ല. ഒരുവിധം ഒന്ന് കുഴച്ചുരുട്ടി വെച്ചു. ഇങ്ങനെ അങ്ങ് വെക്കുമായിരുന്നു ഞാൻ. എന്നിട്ടിതൊന്ന് അടച്ചു വെച്ചു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതെടുത്തത്. 1 മണിക്കൂർ കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്ക് നല്ലോണം പൊങ്ങി ഫെർമെൻ്റായി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു. ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടി വിതറിയിട്ടാണ് ഞാനിത് എടുക്കുന്നത് തന്നെ. എന്നിട്ടിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ച്
കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തു. പൊടിയിട്ട് തന്നെയാണ് ഞാനിത് കുഴയ്ക്കുന്നത്, അല്ലാതെ എണ്ണയോ ഓയിലോ ഒന്നും അധികം ചേർക്കുന്നില്ല. ഇതൊരു കുഴച്ച് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കിയിട്ട് ഒരു 8 പീസായിട്ട് കട്ട് ചെയ്യുകയാണ്. ഈ 8 പീസുകളും എടുത്ത് നല്ലപോലെ ഉരുട്ടി ബോൾസാക്കും. ഈ 8 ബോൾസും പിന്നെ നമുക്ക് പരത്തി എടുക്കണം. എന്നിട്ട് ഓരോ ബോൾസും എടുത്തിട്ട് പരത്തുകയാണ് ഞാൻ. നല്ലവണ്ണം കട്ടി കുറച്ച് തന്നെ പരത്തിയെടുക്കുന്നത്, ഒരുപാടങ്ങ് കട്ടിയില്ലൊന്നുമല്ല, കട്ടി കുറച്ച് നൈസായിട്ട് തന്നെ പരത്തിയെടുത്തു. ഒരു ഇച്ചിരി നീളത്തിൽ പരത്തുന്നതാണ് നല്ലത്. കുറച്ച് നീളത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. കുറച്ച് വീതിയും വേണം, കാരണം നമുക്കത് പിന്നെയും ഫോൾഡ് ചെയ്യാനുള്ളതാണ്. ആദ്യത്തേത് ഞാനിതിൻ്റെ സൈഡങ്ങ് കട്ടാക്കി ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് 2 സൈഡും കട്ട് ചെയ്തിട്ട് പിന്നെ അത് വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഈ ഓരോ പോർഷനിലും നമ്മൾ വെജിറ്റബിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ വെള്ളമെല്ലാം പോയി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അത് 1 സ്പൂണ് 2 പോർഷനിലും വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഓരോ സ്പൂൺ വീതം, ഏകദേശം 1 ടേബിൾ സ്പൂൺ വീതം മോസറല്ല ചീസും കൂടെ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് 2 സൈഡും, ഇതിൻ്റെ ഓരോന്നിൻ്റെ 2 സൈഡും ഒന്ന് ഒതുക്കിയിട്ട് അങ്ങ് ചുരുട്ടിയെടുക്കുകയാണ്. 2 സൈഡും ഒന്ന് ഒതുക്കി താഴെ പോകാത്ത പോലെ ഒതുക്കിയിട്ട് അങ്ങ് ഫ്രണ്ട് വശം അങ്ങോട്ടങ്ങ് ബാക്കിലേക്ക് മടക്കി കൊടുക്കും. എന്നിട്ട് ഇതങ്ങ് ചുരുട്ടുക, ടൈറ്റായിട്ട് അങ്ങ് ചുരുട്ടിയെടുക്കുക. എന്നിട്ടിത് പശയോ വെള്ളമോ ഒന്നും വേണ്ട, തന്നെ അങ്ങ് ഒട്ടിക്കോളും. ഇതിൻ്റെ സൈഡങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് തന്നെ അങ്ങ് ഒട്ടിക്കോളും. അടുത്ത പോർഷനും അതുപോലെ തന്നെ നമ്മളൊന്ന് ഒതുക്കിയിട്ട് 2 സൈഡും ഒതുക്കിയെടുക്കും. താഴെ പോകാത്ത പോലെ ഒന്ന് ഒതുക്കിയിട്ട് ഫ്രണ്ടിൽ നിന്ന് അങ്ങ് ബാക്കിലോട്ട് അങ്ങ് ചുരുട്ടുക. പിന്നെ ഇത് വെളിയിലോട്ടൊന്നും പോകത്തൊന്നുമില്ല, ഒട്ടും പോകത്തില്ല. ടൈറ്റായിട്ടങ്ങ് ഉരുട്ടുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ 2 അറ്റവും ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ നീളത്തിലങ്ങ് പരത്തിയിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ചു. മസാല ചീസും വെജിറ്റബിളും വെച്ചു 2 പോർഷനിലും. എന്നിട്ട് ഇതുപോലെ തന്നെ ഒതുക്കി ചുരുട്ടിയിട്ട് അങ്ങ് പ്രസ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നമുക്ക് ചെയ്യാനായിട്ട്. ഈസിയാണ് ഇത് ചെയ്യാൻ. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെയൊക്കെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ട് ഞാൻ. അപ്പം എല്ലാവരും അതൊന്ന് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഞാൻ ആ 8 ബോൾസും റെഡിയാക്കി 16 പോക്കറ്റ്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയത് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടല്ല, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതൊന്ന് പറക്കിയെടുക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി.
ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തു. ചൂടായി വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ അതിനകത്തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ പോക്കറ്റ്സും ഇതിനകത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനത് ഓരോന്നായി പെറുക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതൊരു 3 ട്രിപ്പായിട്ടാണ് എനിക്കിത് വറുത്ത് എടുക്കാൻ പറ്റിയത്. ഒരുപാട് ഓയിലൊന്നുമല്ല ഒഴിച്ചിരിക്കുന്നത്, കുറച്ചൊന്ന് ഒരു സൈഡ് മുങ്ങിക്കിടക്കും, അത്രയും മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ അതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയും വേണം, കാരണം ഇത് റോളായിട്ടാണല്ലോ, ഇതൊന്ന് വേവുകയും വേണം. തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. അതായത് ലോയല്ല, അതിലും സ്വല്പം കൂടെ ലോ ടു മീഡിയമിൽ വേണം ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മറു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി മറു സൈഡും കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. വീണ്ടും അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് 2 സൈഡും മൂത്ത് റെഡിയായി കഴിഞ്ഞു. അപ്പം ഞാനിത് കോരിയെടുക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും ഞാനധികം ഓയിൽ ഒഴിച്ചിട്ടില്ല എന്നുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഓക്കെ, താങ്ക് യു സോ മച്ച്.